സ്ഥലം നമ്മൾ BTS ബസ്സിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന BTS ബസ് ഇന്നൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യാണ്, സ്നേഹയാത്ര നടത്തുകയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തം നമ്മുടെ മനസ്സിനാകെ പിടിച്ച് കുലുക്കിയ, നമ്മളെ വേദനിപ്പിച്ച വയനാട് ദുരന്തം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു ദുരന്ത പ്രവർത്തനങ്ങൾ അവിടെ വിവിധ ഫോഴ്സുകൾ, നാട്ടുകാർ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം ഇന്ന് എങ്ങനെയാണ് ഇവർ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന്. നമസ്കാരം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് BTS ബസ്സിലാണ്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ മാസം നമ്മുടെ മനസ്സിനെയൊക്കെ വേദനിപ്പിച്ച വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ. നിരവധി ആളുകളാണ് മരിച്ചത്. നമ്മുടെ കേരളക്കരയാകെ അതിനുവേണ്ടി കൈകോർത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫോഴ്സ് എല്ലാം തന്നെ ഇവിടേക്ക് വന്ന് വലിയൊരു സഹായവുമായിട്ട് വയനാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി ബസ്സുകൾ കാരുണ്യ യാത്ര സംഘടിപ്പിച്ച് നോക്കണം. അങ്ങനെ ഒരു യാത്ര ഇന്ന് BTS തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന BTS ബസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. നമസ്കാരം. ഈ ഒരു യാത്രയിൽ എന്താണ് പറയാനുള്ളത്? വയനാടിനൊരു കൈത്താങ്ങ് നമ്മളാലാകുന്നത് സഹായിക്കും. ഇപ്പോൾ നമുക്ക് ബസ്സിൽ ആളുകളുണ്ട്, ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. ചേട്ടാ, എവിടേക്ക് യാത്ര ചെയ്യുന്നത്? ആലത്തൂർക്ക്. ഈ ബസ്സിൽ ഇങ്ങനെ ഒരു കാരുണ്യ യാത്രയെക്കുറിച്ച് അറിഞ്ഞിട്ട് യാത്ര ചെയ്യണമാണ്? ഹോസ്പിറ്റലിൽ പോയിട്ടാണ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്മളൊക്കെ എല്ലാവരും പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബസ് ഇങ്ങനെ ഒരു സർവീസ് നടത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? നല്ലൊരു കാര്യമാണ്. വയനാട്ടിൽ നമ്മളെല്ലാവരും ചേർന്ന് സഹായങ്ങൾ ചെയ്തോളൂ. ഇപ്പോൾ നമ്മളിപ്പം സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ചോദിക്കാം, ചേട്ടാ, ഇങ്ങനൊരു യാത്രയെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇങ്ങനെ ഒരു കാരുണ്യ യാത്രയെ കുറിച്ച് അറിഞ്ഞിരുന്നോ? എന്താണ് പറയാനുള്ളത്? വയനാട് ഇങ്ങനെയൊക്കെ ഒരു വലിയ ദുരിതം നടന്നതാണല്ലോ. വയനാടിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക, ദുരിതങ്ങൾ നടന്ന് ഭയങ്കര ദുഃഖം തന്നെ. എന്നാലും നമ്മൾ എന്താ പറയുക, നമ്മുടെ പോയി ഒരു അമ്മയുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. അമ്മ, ഇന്ന് വയനാട് സംഭവിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാരുണ്യ യാത്രയാണ് ഈ ബസ് നടത്തുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുന്നൊരു മാസമായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ, സഹായത്തിലാവുമ്പോൾ എന്താണ് പറയാനുള്ളത്? പറ്റാവുന്നുള്ള പൈസകൾ തിരിച്ചെടുത്ത് കിട്ടാവുന്നുള്ള സഹായം അവരെ അവിടെ എത്തിക്കും. എല്ലാവരും അതിൻ്റെ ഒപ്പം പങ്കുചേരും. എല്ലാവരും പങ്കുചേർന്ന് കൈകോർത്ത് പിടിച്ച് അവരെ നല്ല രീതിക്ക്, പഴയ രീതിയിലേക്ക് അവിടെ എത്തിക്കാനുള്ളൊരു ആ ഒരു മനസ്സ് വേണം എല്ലാവരും. നമ്മളൊക്കെ ശരിക്കില്ലേ, മറ്റുള്ള സിനിമകളൊക്കെ മാറ്റി വെച്ച് ന്യൂസ് കണ്ടിരുന്ന് ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആകെ തളർന്നുപോയി. തലയൊക്കെ പെരുക്കും പോലെയായിരുന്നു ആ സമയത്ത്. അത്രയും വേദനയായി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മളൊന്നും അതിൽ നിന്ന് കരകയറിയിട്ടില്ല. നമ്മളൊക്കെ ഒരു മല വരുന്ന ഏരിയയാണ്. നമുക്കും ഒരുപക്ഷെ എങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യന്മാരല്ലേ അവരും. ഒന്നും അറിയാണ്ട് പോയില്ലേ കുറെ ആൾക്കാർ. അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല. ജീവിതമൊക്കെ ഇത്രയും ഉണ്ട്, എല്ലാം തീരും. നമസ്കാരം. ഇങ്ങനൊരു യാത്ര നടത്തുമ്പോൾ, അതായത് നമ്മളൊക്കെ ഒരുപാട് മനസ്സിന് വേദനിപ്പിച്ചു നമ്മളെയൊക്കെ. എന്താണ് പ്രഷരോട് പറയാനുള്ളത് ഈ ഒരു ബസ് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിനെ കുറിച്ച്? അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനോട് സഹകരിച്ച് പോകണം. നമ്മൾ മലയാളികളാണ്. അപ്പോൾ നമ്മുടെ നാട് എപ്പോഴും എല്ലാവർക്കും താങ്ങായി നിന്നിട്ടുള്ളതാണ്. ഇനിയും അതുപോലെ നിൽക്കണമെന്നാണ് അഭിപ്രായം. സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? അതല്ലേ, ഞാൻ സ്ഥിരം തൃശ്ശൂർ. എൻ്റെ പേര് സാറേ തോമസ്. എവിടെ വർക്ക് ചെയ്യുന്നു? നമ്മൾ എല്ലാവരും, എല്ലാ മേഖലയിലുള്ളവരും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് ഇങ്ങനെ ഒരു സർവീസ് നടത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇതിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു സഹായം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പറ്റാവുന്നത്. അപ്പോൾ അറിഞ്ഞു വയനാട്ടിൽ ഭയങ്കര സങ്കടമുണ്ട്. അവരാൽ ചെയ്യുന്നത് നമുക്ക് വളരെ സന്തോഷപ്പെടും. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടതില്ല, വലിയൊരു ദുരന്തം തന്നെയാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് വയനാടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാരുണ്യ യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളിതിൻ്റെ ഭാഗമാക്കുക. നമുക്കറിയാം, ബസ് മേഖലയൊക്കെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ്. അതൊന്നും തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള യാത്ര നടത്തുമ്പോൾ അറിയുമ്പോൾ നമ്മൾ പരമാവധി ഒരു ദിവസം സഞ്ചരിക്കുന്ന യാത്രയൊക്കെ, അതായത് ബസ്സിൽ യാത്ര ചെയ്യുക, അതുപോലെ ബൈക്ക്, കാറ് എന്നിവയൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നമുക്ക് ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.